ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ എൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആണ് ഫ്രണ്ട്സ് ഇന്ന്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുതലാളി പപ്പ എന്നെ ഇങ്ങോട്ട് പൈപ്പിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഞാനൊന്ന് കുളിക്കട്ടെ, കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, കുളിയൊക്കെ കഴിഞ്ഞു, തോർത്തി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ വക ഒരു പാട്ട് വിത്ത് ഡാൻസ്. പപ്പയും വരുന്നുണ്ട്. അപ്പൊ പാട്ട് തുടങ്ങാൻ. റെഡി, 1 2 3. ചേല കുറിവാനം പതക്കം നില ചേലിൽ മണിഞ്ഞവൾ മതിയും പല മിസറിൽ ഇറങ്ങിയ കനകക്കട്ടി അസറും തടിയാക്കി എനിക്കു കിട്ടി. ഹോയ് ഹോയ്. എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്, ഡാൻസ്? പപ്പയും കൂടെ ഡാൻസ് കളിക്കാൻ കൂടി. ഹാപ്പി ബർത്ത്ഡേ. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗായ്സ്. ഇന്ന് നമ്മുടെ നിക്കി മോളുടെ ബർത്ത്ഡേ ആണ്. ഇന്നാണ് നമ്മുടെ കഥാനായികയുടെ ബർത്ത്ഡേ. അപ്പം ഇതിപ്പം രാത്രി ആയിട്ടോ. ഞാൻ രാവിലെ വന്നപ്പോ തന്നെ രാവിലെ എണീറ്റ് വന്നപ്പോ തന്നെ ഞാൻ നിക്കിനെ വിഷ് ചെയ്തത്. നമ്മുടെ നിക്കിയുടെ ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. Today's the day we're off to the salon. എല്ലാവരും നിക്കിയെ കുറിച്ച് രണ്ടു വാക്ക്. ആദ്യമായി അർജുനാണ് സംസാരിക്കാൻ പോകുന്നത് നിക്കിയെ കുറിച്ച്. ദേവൂരിക്കുന്നിടത്തുനിന്നാണ് ഞാൻ നിക്കിനെ ഫസ്റ്റ് പരിചയപ്പെടുന്നത്. അതായത് നിക്കിനെ കൂട്ടുന്നത്. അല്ല, ഞാൻ വന്നിട്ട് ഫസ്റ്റ് കാണുന്ന കൂട്ടിൽ അല്ല, ഇവിടെ അന്ന് കൂടില്ല, കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം നിക്കിനെ കമ്പനിയൊക്കെ വേണ്ടി ഒരു ദിവസം ഞാൻ ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. നിക്കിനെ കണ്ടൊരു വൻ കുരയാണ്, നിർത്തണില്ല. എന്നിട്ട് നിക്കി കുര നിർത്താൻ വേണ്ടി ബിസ്ക്കറ്റ് കൊടുത്തു. അപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ എനിക്ക് കുര നിർത്തി. എന്നിട്ട് ബിസ്ക്കറ്റ് ലാസ്റ്റ് കഴിഞ്ഞു, ഒരെണ്ണം കൂടി ഉണ്ടാവുള്ളൂ. അതിങ്ങനെ മാറ്റി വെച്ചിട്ട് നിക്കിൻ്റെ മുഖത്ത് ഇതിനെ കുരച്ചു. ഞാൻ കമ്പനി ആയെന്ന് കരുതി. ഇപ്പോൾ ബിസ്ക്കറ്റിന് വേണ്ടി കുരച്ചു. അപ്പോൾ ഒരെണ്ണം കൂടി കൊടുത്തു. അത് കഴിഞ്ഞു. അപ്പോൾ കരുതി കമ്പനി ഇങ്ങനെ മുഖത്ത് റൊറ്റ കുര. അങ്ങനെ 2 ദിവസം ബിസ്ക്കറ്റ് കൊടുത്ത് ഇണക്കിയെടുത്താണ് നിക്കിനെ. അതുകൊണ്ട് നിക്കിനെ ആരും ഇങ്ങനെ ഇണക്കിയെടുത്തിട്ടുണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെ നിന്ന് കണ്ട് ഞാൻ എന്നും 2 ദിവസം ബിസ്ക്കറ്റ് കൊടുത്തിട്ടാണ് നിക്കിനെ കമ്പനിയാക്കി എടുത്തത്. നിക്കി മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മോള് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ എവിടെ പോയാലും ഏത് പ്രായക്കാരും എന്നോട് പറയണത് നിക്കീൻ്റെ അമ്മയല്ലേ എന്നാണ് ചോദിക്കൽ. അപ്പം നിക്കീൻ്റെ ദിയ, നിക്കീൻ്റെ ദേവു, നിക്കീൻ്റെ പപ്പ എന്നൊക്കെയാണ് ഒരു പ്രാവശ്യം നമ്മളെവിടെയോ മാളിൽ പോയി കഴിഞ്ഞിട്ട് ദേവുവിന്റെ അടുത്ത് ഓടി ഒരാൾ വന്നിട്ട് നിക്കിയല്ലേ. അതെ, ഒരു കാക്ക ഓടി വന്നിട്ട് ദേവുവിനോട് ചോദിച്ചു നിക്കിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം നമ്മളെ നിക്കി എന്ന് പറയണത് എന്താ പറയുക, ഞങ്ങളുടെ എല്ലാമാണ്. തുടക്കം മുതൽ ഈ സമയം വരെ നിക്കി ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിക്കിക്ക് 5 വയസ്സായി. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അഹംഭാവമൊന്നും നിക്കിക്ക് ഇല്ല കേട്ടോ. ഇവരെ പോലെ തന്നെ ദേവും ദിയയും പോലെ തന്നെയാണ് നിക്കിയും. അപ്പം ഇനി അടുത്തത് ഞാൻ ദിയയ്ക്ക് കൈമാറുകയാണ് മൈക്ക്. എനിക്ക് നിക്കിനെ വാങ്ങിച്ചപ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിക്കിനെ. ഞാൻ വാങ്ങിച്ചപ്പോൾ അങ്ങ് ഷോക്കായിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിക്കിനെ. ഞങ്ങൾ അവിടെ നിന്നാണ് ഫസ്റ്റ് ഇവിടെയായിരുന്നു ഞാൻ. ഞാനാണ് നിക്കി എന്ന് പറഞ്ഞ പേരിട്ടത്. ഇതിൽ ഞാൻ പറയുന്നുണ്ട്, പേരൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നിക്കി എന്നാണ് പേര്. സത്യപ്രതിജ്ഞ വീടുണ്ട്, മിസ്സായി. ഞങ്ങൾ നിക്കിക്ക് ആഹാരം കൊടുക്കും. വലുതാവണ വരെ ഞാൻ നോക്കും. അത് ഞാൻ എന്താ പറയുക, തെളിവ് സഹിതം ഞാൻ വീഡിയോ എടുത്ത് വെക്കും. ഞാൻ എന്താ പറയുക, ഇതിന് ഫുഡൊക്കെ ഞാൻ കൊടുക്കും. ദിയമ്മോളും ഞാനും കൂടെയാണ് ഫുള്ള് ഏറ്റെടുക്കുക. ഇപ്പോൾ നിക്കിക്ക് പെട്ടെന്ന് 5 വയസ്സായി.
8 5 കൊല്ലം കൊണ്ടായി. അതെ 5 വയസ്സ് കൂടി എനിക്ക്. 32ാമത്തെ ദിവസം തൊട്ടാണ് കേട്ടോ എനിക്ക് ഞങ്ങളുടെ കൂടിയിട്ട് ആ തുടക്കത്തിലൊക്കെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു, ഞങ്ങളുടെ കൂടെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ കയ്യിലിട്ട് ആട്ടി ആട്ടി ഉറക്കണമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ നിലത്ത് വെക്കുമ്പോൾ അത് ഉണരൂലേ, കിടത്തുമ്പോൾ ഉണരൂ, അതേപോലെ തന്നെയായിരുന്നു എനിക്ക് ബേബീസിന്റെ തുണിയൊക്കെ വെക്കണ ഒരു കൊട്ടുണ്ടല്ലോ, അതാണ് നിക്കിന്റെ തൊട്ടിലുണ്ടായിരുന്നത്. അവിടുന്ന് ചാടി വരുമായിരുന്നു. കട്ടിലേ കിടത്തിയാലേ കരച്ചിൽ മാറുള്ളായിരുന്നു. ഫ്രണ്ട്സ്, അപ്പം നമ്മളെ ഇനിയുള്ള പരിപാടി കേക്ക് കട്ടിംഗ് ആണ്. ഞാൻ പോയി കേക്ക് എടുത്തിട്ട് വരാം. അവിടെ ഉണ്ട് നിക്കിയുടെ ഇഷ്ട ഫുഡ് എന്ന് പറയുന്നത് ബ്രോസ്റ്റ് ആണ്. അപ്പം ഞങ്ങൾ നിക്കിക്ക് വേണ്ടിയിട്ട് ബ്രോസ്റ്റ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഗൈസ്, കേക്ക് 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 അതേലിരുത്താല്ലേ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, 1 2 3. ഞാൻ കേക്ക് കൊടുക്കാൻ പാടില്ല. ഇല്ല, ഞാൻ കേക്ക് കൊടുക്കണേ. തുള്ളി കള്ളാം കള്ളാം. അടുത്ത തര്. ഹായ്, നല്ല റെഡ് ഫോറസ്റ്റ് കേക്ക്. എനിക്ക് വേറെ ആരും ഗിഫ്റ്റ് തന്നില്ല, അർജുന മാത്രമാണ് ഗിഫ്റ്റ് തന്നത്. നന്ദി. ഇതെനിക്കിപ്പം തന്നെ പൊട്ടിക്കണം. കേക്ക് കൊടുക്കൽ ബൈ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു. വളരെ നന്ദി, സന്തോഷം. ഇതെന്താണെന്ന് അറിയാൻ എനിക്ക് എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇത് തുറന്നു നോക്കുന്നതാണ്. ഓക്കെ, കമ്മോൺ ഗയ്സ്, നമുക്ക് തുറക്കാം. ഓ മൈ ഗോഡ്, അതെന്താണതിൽ എന്ന്? ഓ മൈ ഗോഡ്, ചിക്കൻ കറി. സന്തോഷം. എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു. താങ്ക് യു അർജുമാമ, താങ്ക് യു. 6 ഗ്രേവിയുണ്ട്. 6 ദിവസത്തിൽ എൻ്റെ കാര്യം കുശാൽ. അമ്പട ബമ്പാറെ. ഇതെന്തത്? പീസൊക്കെ നമുക്കധികം സമയം വേണ്ട. ഓക്കെ, ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഡാൻസ് കളിക്കുന്നതാണ്. ഓക്കെ, ഏയ് ബമ്പറ ബമ്പാലേ, ബമ്പറ ബമ്പാലേ, ബമ്പറ ബമ്പ ബമ്പറ ബമ്പ ബമ്പറ ബമ്പാലേ, ഏയ് ജുംബര ജുംബാലേ, ജുംബര ജുംബാലേ, ജുംബര 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 ജുംബാലേ, ഏയ് ജുംബര ജുംബാലേ, ജുംബര ജുംബാലേ, ദില്ലാലേ, ഏയ് ബർത്ത്ഡേ, താങ്ക് യു. ഫ്രണ്ട്സ്, ഞാൻ അത്ര നേരം ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പം നിക്കിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഈ സമയം ഞാൻ എടുക്കുകയാണ്. നിക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം നിക്കിൻ്റെ ഓർമ്മ എന്താണെന്നറിയോ? ഞങ്ങളെ റൂമിൽ കിടക്കുമ്പോൾ സൈഡിൽ ഞാൻ കിടക്കാം. അപ്പോൾ അതിന് താഴെയാണ് നിക്കി കിടക്കുന്നത്. അപ്പം എന്നും രാവിലെ ഒരു 5 മണി മുതൽ നിക്കി 5-5:30 മുതൽ നിക്കി കരയാൻ തുടങ്ങും. അവിടെ കെട്ടിയിടുന്നതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട്. എന്നിട്ട് 5 മണി 5:30 വരെ ഞാൻ ഈ കിടക്കണ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കും, പുറത്തിറക്കി വിടാൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് നിക്കിനെക്കുറിച്ച് ചെറുപ്പത്തിൽ നിക്കിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാനിങ്ങനെ കിടന്നപ്പോൾ എനിക്ക് വന്നൊരു ആലോചനയിൽ നിന്നാണ് നമ്മളെ ഈ നിക്കിൻ്റെ സൗണ്ട് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് രാവിലെ എന്നും ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കണ്ണൂർ നിക്കിനെ മൊത്തം ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ എന്തോ പറയണത്, അഴിച്ചു വിടുന്നോ അല്ലെങ്കിൽ വിശക്കുണ്ടെന്നോ. ഇത്ര നേരം ഞങ്ങൾ 8 മണിയൊക്കെ വന്ന് ചില സമയത്ത് എണീറ്റ് വരുമ്പോൾ. അപ്പം കൊറോണ ടൈം ആയതുകൊണ്ട് അപ്പം ഞാൻ അങ്ങനെ ഓർത്തോ എനിക്ക് എന്തായിരിക്കും പറയുന്നത്, എന്നെക്കുറിച്ചായിരിക്കും, നമ്മൾ അഴിച്ചു വിടാത്തതുകൊണ്ടായിരിക്കും, വിശക്കുണ്ടാവോ എന്നിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ നിക്കിൻ്റെ ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിതൊക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് ഈ ആലോചിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് നിക്കിക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്.
അപ്പം അതാണ് നിക്കിനെ കുറിച്ചുള്ള ഇത്. അപ്പോൾ നിക്കിയാണ് നമ്മളുടെ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഐഡിയ തന്ന ആൾ നിക്കിയാണ്. അപ്പം ആ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്തുകൊണ്ടാണ് എന്നാൽ പിന്നെ ഏതായാലും വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്തു, ഷോർട്ട് ഫിലിം ചെയ്താലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തു. നിക്കിനെ വെച്ചിട്ട് നിക്കി ഐസ്ക്രീം കട്ട് ചെയ്യുന്നത് വരെ ഒരു സാധനം ചെയ്തു, സ്കിറ്റ് വരെ സാധനം ചെയ്തു. അങ്ങനെ 2-3 സ്കിറ്റ് ചെയ്തു, പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തു, വെബ് സീരീസ് ചെയ്തു. പിന്നെ ഇതുവരെ ഞങ്ങൾ ലാസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ ഹൊറർ വെബ് സീരീസിൽ വരെ നിക്കിയുണ്ട്, കണ്ടിന്യൂസിൽ നിക്കിയുണ്ട്. ബാക്കി എല്ലാവരും വഴിയേ വന്നതാണ്, നിക്കിയാണ് ആദ്യം വന്നത് സൗണ്ട് കൊടുത്ത്. അതാണ് നിക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. യെസ്. പിന്നെ എന്താണ് സെറ, വേറൊരു ഡോഗ് ഉണ്ടായിരുന്നു പൊന്നൂൻ്റെ, ആ സെറ വന്നിട്ടുണ്ട് ഇവിടെ ആ സമയത്ത് ചെറുപ്പത്തിൽ. പിന്നെ ബ്ലാക്ക് വന്നു. ബ്ലാക്ക് ചെറുതായിരുന്നു. അങ്ങനെ ബ്ലാക്കിനെ നിക്കിനെ വെച്ചാണ് ഞങ്ങൾ ഫസ്റ്റ് വേറൊരു വെബ് സീരീസ് ചെയ്തത്, അല്ല ഒരു ഷോർട്ട് ഫിലിം ബ്ലാക്കി എന്ന് പറഞ്ഞിട്ട്. വെരി ഹാപ്പി. അങ്ങനെ 5 വർഷം എങ്ങനെ എത്ര സ്പീഡിലാണ് കടന്നു പോയതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഫ്രണ്ട്സ്, ബ്രോസ്റ്റാണ്. നിക്കിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഒരു പീസൊക്കെ കഴിക്കുള്ളൂ, മാക്സിമം 2 പീസ്. നിക്കിക്കുള്ള ഇവിടെ മാറ്റി വെച്ചിട്ട് ബ്രോസ്റ്റിന് വേണമെന്ന് ഏതാണോ നാക്ക്. വാ നല്ല പീസ് ഉണ്ട്, നല്ല ചെസ്റ്റ് പീസാണ് എനിക്ക് ബ്രോസ്റ്റിൽ ഏറ്റവും ഇഷ്ടം. അതിന്റെ കറുമുറൊന്നും എനിക്ക് വേണ്ട, അത് മാറ്റിയിട്. എല്ലാം വേണ്ട, ഉള്ളി ഇറച്ചി. ബർത്ത്ഡേക്ക് മാത്രമല്ല, ഇടയ്ക്കൊക്കെ വാങ്ങിത്തരട്ടെ ബ്രോസ്റ്റ്. അപ്പോൾ ബർത്ത്ഡേ ആശംസിച്ച എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. എൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് പേര് വിഷ് ചെയ്തു. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ബ്രോസ്റ്റൊക്കെ കഴിച്ചു, കേക്കൊക്കെ തിന്നു. നല്ല അടിപൊളി ബർത്ത്ഡേ ആഘോഷമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ വീണ്ടും അടുത്ത ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് പുതിയ ഷോർട്ട് ഫിലിമിലൊക്കെ വീണ്ടും കാണാം, വ്ലോഗിലൊക്കെ കാണാം. അപ്പോൾ താങ്ക് യു അഗെയിൻ. അപ്പോൾ ഈ വീഡിയോ ഞാൻ തന്നെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.